ഹായ് ഹലോ, ഏഷ്യ കപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വലിയ കാര്യമൊന്നുമില്ല. 5, 6, 7, 8 മാച്ചസിൻ്റെ പെട്ടെന്നൊരു റിവ്യൂ ആണ്. 5ാമത്തെ മാച്ച് ബംഗ്ലാദേശ് വേഴ്സസ് ശ്രീലങ്ക. ഓപ്പണിംഗ് ഇറങ്ങിയ ബംഗ്ലാദേശ് 139 5 വിക്കറ്റ് എന്ന നിലയിലാണ് ഫിനിഷ് ചെയ്തത്. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ശ്രീലങ്ക ഒന്നും പറയില്ല, അടിച്ച് പൊളിച്ചിട്ടുണ്ട്. 144 14.4 ഓവറിലാണ് കളി തീർത്തത്. അങ്ങനെ ശ്രീലങ്കയുടെ ഫസ്റ്റ് മാച്ചായിരുന്നു. അതിൽ തന്നെ ഒരു നല്ല റൺ റേറ്റ് തന്നെ ആ കളി ജയിക്കുന്നുണ്ട്. സെക്കൻഡ് വരുന്നതാണ് മാച്ച്. ഈ സീരീസിലെ വൺ ഓഫ് ദ മോസ്റ്റ് അവൈറ്റഡ് മാച്ചായിരുന്നു പാകിസ്ഥാൻ വേഴ്സസ് ഇന്ത്യ. ഇത് വരുന്നത് 6ാമത്തെ മാച്ചാണ്, ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ. ആ മാച്ചിൽ ഇന്ത്യ 7 വിക്കറ്റാണ് കളി ജയിക്കുകയുണ്ടായി. ആ മാച്ചിനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് അനാലിസിസ് ഒക്കെ നമ്മളൊരു പുതിയ വീഡിയോയിൽ വരുന്നുണ്ടായിരിക്കും. എല്ലാവരും ആ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒന്നുമില്ല, വീഡിയോ 10 വരെ ഒന്ന് കാണുക. നെക്സ്റ്റ് മാച്ച് നമ്പർ 7 UAE വേഴ്സസ് ഒമാൻ. ഈ മാച്ചിൽ UAE ആണ് ജയിക്കുകയുണ്ടായത്. ഓപ്പണിംഗ് ബാറ്റിംഗ് ഇറങ്ങിയ UAE 172 5 എന്ന നിലയ്ക്കാണ് ഫിനിഷ് ചെയ്തത്. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഒമാൻ 130 ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത്. 41 റൺസിനാണ് UAE ഗെയിം ജയിച്ചത്. ഈ ടൂർണമെൻറ്റിൽ UAEയുടെ ഫസ്റ്റ് വിന്നും കൂടെയാണ് ഈ മാച്ച്. പിന്നെ ഈ മത്സരത്തിന് ശേഷം ഒമാൻ ഈ ടൂർണമെൻറ്റിൽ നിന്ന് ഒഫീഷ്യലി ഔട്ടാവുകയും ചെയ്തു. അടുത്ത മാച്ച് എന്ന് പറഞ്ഞാൽ ഹോങ്കോങ് വേഴ്സസ് ശ്രീലങ്കയാണ്. ഹോങ്കോങ് 149 4 എന്ന രീതിക്കാണ് ഫിനിഷ് ചെയ്തത്. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ശ്രീലങ്ക 153 6 എന്ന രീതിക്ക് ഫിനിഷ് ചെയ്ത് 18.5 ഓവറിൽ കളി ജയിക്കുന്നുണ്ട്. പിന്നെ ബാറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഹോങ്കോങ്ങും ഈ ടൂർണമെൻറ്റിൽ അത്യാവശ്യം ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ച മാച്ച് ഇതാണ്. പിന്നെ ശ്രീലങ്ക അവരുടെ 2ാമത്തെ മാച്ച് വിന്നാണ് ഈ ഗെയിം. അവരും ഈ ടേബിൾ ടോപ്പ് തന്നെയാണ്. പിന്നെ ഹോങ്കോങ്ങും ഈ ടൂർണമെൻറ്റിൽ നിന്ന് ഒഫീഷ്യലി ഔട്ടാകുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന 4 മാച്ചസാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി വരാൻ പോകുന്ന 2 മാച്ചസാണ്. അഫ്ഗാനിസ്ഥാൻ വേഴ്സസ് ബംഗ്ലാദേശും പാകിസ്ഥാൻ വേഴ്സസ് UAE. ഇതൊരു നോക്കൗട്ട് മാച്ചാണ്. ആര് ജയിക്കുന്നു അവർ ക്വാളിഫയർ ആവുന്നത്. ഇന്ന് ഇത്ര ഉള്ളുന്നത്തെ വീഡിയോ. നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആരും വീഡിയോ കാണുക. ബൈ ദ വേ, ഇനി വീഡിയോ കണ്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.